ഹലോ ഫ്രണ്ട്സ്, അപ്പോൾ നമ്മുടെ ഇന്നത്തെ വീഡിയോ നമ്മൾ വീട്ടിൽ വളർത്തുന്ന കോഴികൾ, നാടൻ കോഴികൾ ഇടുന്ന മുട്ട എങ്ങനെ നീറ്റായിട്ട് തോട് പൊളിച്ചെടുക്കാമെന്നുള്ള കുറച്ച് ടിപ്സൊക്കെ ആയിട്ടാണ്. അപ്പോൾ ഞാനിവിടെ 4 മുട്ട എടുത്തിട്ടുണ്ട്. ഇതിലൊരു മുട്ട മാർക്ക് ചെയ്തത് കാണാം നിങ്ങൾക്ക്. അപ്പോൾ ആ മുട്ട മാർക്ക് ചെയ്ത മുട്ട കോഴി കഴിഞ്ഞ ദിവസം ഇട്ടതാണ്. ബാക്കി 3 മുട്ടയും ഒരു 3-4 ദിവസം മുമ്പ് ഇട്ടതാണ്. അപ്പോൾ നമ്മളെപ്പോഴും മുട്ട പുഴുങ്ങാൻ എടുക്കുമ്പോൾ 3-4 ദിവസം കഴിഞ്ഞിട്ട് എടുക്കുക. കോഴി മുട്ട ഇട്ടതിന് ശേഷം 3-4 ദിവസം കഴിഞ്ഞിട്ട് എടുക്കാവും നല്ലത്. അതുപോലെ തന്നെ കോഴി മുട്ട ഇട്ട ഉടനെ അത് കഴുകരുത്, തണുത്ത വെള്ളത്തിൽ കഴുകരുത്. കുറച്ച് സമയം കഴിഞ്ഞതിന് ശേഷം കഴുകിയെടുക്കുക. ഇങ്ങനെ കുറച്ച് ടിപ്സുകളൊക്കെ ശ്രദ്ധിച്ചാൽ നമുക്ക് മുട്ടത്തോട് നല്ല വൃത്തിയിൽ പൊളിച്ചെടുക്കാനായിട്ട് പറ്റും. അപ്പോൾ നമുക്ക് ഈ മുട്ട ഒന്ന് പുഴുങ്ങാനായിട്ട് വെക്കാം. ഞാനിവിടെ കുക്കറിലാണ് പുഴുങ്ങിയെടുക്കുന്നത്. ഇനി ഇതിലേക്ക് കുറച്ച് ഉപ്പിട്ട് കൊടുക്കാം നമുക്ക് ഈ വെള്ളത്തിലേക്ക്. ഇനി കുക്കർ അടച്ചിട്ട് ഒരു 3 വിസിൽ വരെ വെയിറ്റ് ചെയ്യാം. അപ്പോൾ നമ്മൾ 3 വിസിലിന് ശേഷം ഗ്യാസ് ഓഫ് ചെയ്ത് കുക്കറിൽ പ്രഷറൊക്കെ നന്നായിട്ട് പോയതിന് ശേഷം തുറന്നിട്ടുണ്ട്. ഇനി ഇത് നമുക്ക് നല്ല തണുത്ത വെള്ളത്തിലേക്ക് മാറ്റി കൊടുക്കാം. സാധാ നമ്മുടെ വെള്ളം തന്നെ എടുത്താൽ മതി, ഐസ് വാട്ടറൊന്നും വേണ്ട. അപ്പോൾ നമുക്ക് വെള്ളത്തിലേക്ക് ഇട്ട് കൊടുക്കാം. ഇനി മുട്ടയുടെ ചൂടൊക്കെ നന്നായിട്ട് പോകാനായിട്ട് കുറച്ച് സമയം തന്നെ നമ്മൾ വെയിറ്റ് ചെയ്യണം. ഇപ്പോൾ ഞാൻ പുഴുങ്ങിയെടുത്ത മുട്ട നല്ലപോലെ തണുത്തിട്ടുണ്ട്. ഇനി നമുക്കത് പൊളിച്ചെടുക്കാം. നല്ലപോലെ ക്രാക്കൊക്കെ വന്നിട്ടുണ്ടായിരുന്നു. അപ്പോൾ പെട്ടെന്ന് തന്നെ പൊളിച്ചെടുക്കാനായിട്ട് നമുക്ക് പറ്റുന്നുണ്ട്. മുട്ടേൻ്റെ തോട് നല്ല ഈസി ആയിട്ട് തന്നെ പൊളിച്ചെടുക്കാൻ പറ്റുന്നുണ്ട്. ഇനി നമുക്ക് നമ്മൾ മാർക്ക് ചെയ്തിട്ട് ആ മുട്ട ഒന്ന് പൊളിച്ച് നോക്കാം. ഈ മുട്ട തോട് നമ്മൾ മറ്റേ മുട്ടത്തോട് പൊളിച്ച പോലെ നമുക്ക് പെട്ടെന്ന് പൊളിച്ചെടുക്കാനായിട്ട് പറ്റില്ല. അതുപോലെ അതിൻ്റെ വെള്ളഭാഗം കുറച്ച് ആ തോടിൻ്റെ കൂടെ പോരുക അങ്ങനെയൊക്കെ ഉണ്ടാവും. ഇതിപ്പോൾ കുറച്ച് പോന്നിട്ടുള്ളൂ. ചില സമയത്ത് നന്നായിട്ട് അധികം പോരലുണ്ട് മുട്ടേൻ്റെ വെള്ളം. അതുപോലെ മുട്ടേൻ്റെ വെള്ളം ഒരു ടേസ്റ്റ് ഇല്ലാത്ത പോലെ ഒരു ചവർപ്പ് പോലെയൊക്കെ ഉണ്ടാവലുണ്ട് ഈ മുട്ടേൻ്റെ വെള്ളക്ക്. നമ്മൾ കോഴി മുട്ടയിട്ട് ഒരു പിറ്റേ ദിവസമൊക്കെ തന്നെ പുഴുങ്ങാനായിട്ട് എടുക്കുമ്പോഴാണ് അങ്ങനെ എനിക്ക് വന്നിട്ടുള്ളത്. ഞാൻ ആദ്യമൊക്കെ വിചാരിച്ചിരുന്നു എന്തായി മുട്ട അങ്ങനെ ടേസ്റ്റ് വ്യത്യാസം, ഈ കോഴിൻ്റെ മുട്ടേൻ്റെ പ്രശ്നം എന്തെങ്കിലും ആണോ, അങ്ങനെയൊക്കെയാണ് ഞാൻ ആദ്യം വിചാരിച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ. പിന്നെ നമ്മളിവിടെ ഒരു 2-3 കോഴികളൊക്കെ മുട്ട ഇടാണ്ടാകുമ്പോൾ ചിലപ്പോൾ പിറ്റേ ദിവസമൊക്കെ തന്നെ പുഴുങ്ങാനായിട്ട് എടുത്തിട്ടുണ്ടായിരുന്നു. അപ്പോൾ മുട്ട എങ്ങനെയാണ് മുട്ട കഴിക്കാനൊന്നും ഒരു ടേസ്റ്റ് ഉണ്ടാവില്ല. അപ്പോൾ അതിന് ശേഷം ഞാൻ ഇതുപോലെ ഒന്ന് ട്രൈ ചെയ്ത് നോക്കിയത്. മുട്ട ഇട്ടൊരു 3-4 ദിവസം ഫ്രിഡ്ജിലോ അല്ലെങ്കിൽ പുറത്തൊക്കെ വെക്കും. എന്നിട്ട് പുഴുങ്ങിയിട്ട് എടുത്തപ്പോൾ നല്ല നീറ്റായിട്ട് തന്നെ നമുക്ക് കിട്ടി. ഇതിപ്പോൾ വലിയ കുഴപ്പമില്ലാതെ കിട്ടിയിട്ടുണ്ട്. ചില സമയത്ത് ഇങ്ങനെ നല്ല കിട്ടാറ്, നല്ലതായിട്ട് ആ വെള്ളഭാഗമൊക്കെ നന്നായിട്ട് തോടിൻ്റെ കൂടെ പോകുന്നത്, അങ്ങനെയൊക്കെ ഒരു വൃത്തിയില്ലാത്ത രീതിയിലൊക്കെയാണ് കിട്ടാറ്. കഴിക്കാനൊരു ടേസ്റ്റ് ഉണ്ടാവില്ല. ഇപ്പോൾ ഞാനിങ്ങനെ ട്രൈ ചെയ്തതിന് ശേഷം നല്ല രീതിക്ക് തന്നെ മുട്ട നമുക്ക് പുഴുങ്ങി എടുക്കാനായിട്ട് പറ്റാം. അപ്പോൾ ഞാൻ പറഞ്ഞ ടിപ്സൊക്കെ നിങ്ങൾക്ക് ആദ്യം അറിയാമെങ്കിൽ കമൻറ്റ് ചെയ്യുക. അതുപോലെ ഫസ്റ്റ് ടൈമാണ് കേൾക്കുന്നതെങ്കിലും കമൻറ്റ് ചെയ്യുക കേട്ടോ. അതുപോലെ ഈ ടിപ്സ് ഉപകാരമായിട്ടുണ്ടെങ്കിൽ അതും പറയുക. അപ്പോൾ വീഡിയോ ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യുക. അതുപോലെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക. ഇതുപോലെ പുതിയ വീഡിയോസൊക്കെ ആയിട്ട് ഇനി വരാം. അപ്പോൾ താങ്ക് യു, ബൈ.